ഹലോ ഗൈസ്, ഞാൻ സുറു. 2-3 ഷിപ്മെൻറ്റ് കൊടുത്തപ്പോഴത്തേന് വണ്ടിയിൽ ബ്രേക്ക് പിടിച്ചപ്പോൾ കുറുന്ന് കേൾക്കുമോ, എന്തോ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങി നോക്കുമായിരുന്നു. അതിലൊന്ന് തൊട്ടപ്പോഴത്തേന് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ടയറിലും വീലിലൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ അതെങ്ങനെയോ ഒന്ന് ശരിയായി. വെള്ളം കിട്ടാത്തപ്പോൾ വന്ന പ്രശ്നമാണ്. ഞാൻ ഈ വാരിപ്പറക്കി ഷിപ്മെൻറ്റൊക്കെ നോക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം മിസ്സായി. ഒരു 500 സംതിങ്ങിൻ്റെ ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് എവിടെ പോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ നോക്കുമായിരുന്നു. അർക്കന്നൂരാണ് പോയത്. എന്തായാലും അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് മലയിലൊരു കൊറിയർ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് മലയിൽ കയറി പോകുന്നുണ്ടോ, അവിടെ അടിപൊളിയാണ് കാണാൻ. മൊത്തം മലയാണ് മലയിൽ. അങ്ങനെ മലയിൽ കയറിപ്പോയി അവിടെ കുറച്ച് നേരമൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് വെയിൽ കൊണ്ടു. എന്നിട്ട് തിരിച്ച് വട്ടപ്പാറയിലാണ് പോയത്. വട്ടപ്പാറ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മാമിയുടെ കടയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഒരു കപ്പലണ്ടി മിഠായിയും തിന്ന്. അപ്പോൾ മാമി അവിടെ പഴുത്ത മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് 2 മാങ്ങയും തന്നു. ഞാൻ നോക്കി ആരാ വരുന്നതെന്ന്. ഭയങ്കരമായ മഴ വരുന്നതാണ്. അതിന് മുമ്പേ ഞാൻ ഓടി അടുത്ത കൊറിയർ കൊടുക്കാനുള്ള ലക്ഷ്യത്തിൽ ഞാൻ ഓടുമായിരുന്നു. പക്ഷേ പെട്ടു ഗൈസ്, നല്ല മഴയങ്ങ് പെയ്തു. ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയും ആകെ സീനായി. കുറേ നേരത്തേക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായി. ഈ മഴ തോരില്ലെന്ന് കണ്ട് ഞാനങ്ങ് ഇറങ്ങി. കാത്തു നിന്നാൽ അത് ശരിയാവത്തില്ല, ഒരുപാട് താമസിക്കുമെന്നുള്ള രീതി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി. കുറച്ചുകൂടി ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കാൻ. അതും കൊടുത്തിട്ട് ഹബിലോട്ട് പോകാമെന്ന് വിളിച്ച് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ നല്ലപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദൂരം പോയപ്പോഴും മഴയ്ക്ക് ചെറുതായിട്ടൊരു മാറ്റം വന്നെങ്കിലും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നു. മഴയത്ത് ഡെലിവറി ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. ഫോൺ ഷിപ്മെൻറ്റ് നനയുമെന്നുള്ള കാര്യം ചോദിച്ചാൽ ബാക്കി മഴയത്തുള്ള ഡെലിവറി നല്ല സുഖമാണ്.